ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സവാളയൊക്കെ വഴറ്റിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് വീഡിയോ എടുക്കാമെന്ന് തോന്നി വേഗം ഓടിപ്പോയിട്ട് ഫോണൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലേക്ക് ഇട്ട് നമ്മൾ വഴറ്റാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ പാർട്സ് കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെയാണ് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ചിക്കൻ പാർട്സൊക്കെ ഞാൻ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടിയൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് വർക്ക് ഏരിയയിൽ പിന്നെ കിച്ചണിലേക്ക് ഉപ്പിൻ്റെ പാത്രം എല്ലാവരും എടുത്തുകൊണ്ട് വരണ്ടേ എന്ന് ഓർത്തിട്ട് ഞാൻ ഉപ്പും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറി മസാലപ്പൊടി നമ്മൾ ആ ടൈമിൽ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് സവാളയൊക്കെ ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, കാരണം നമ്മൾ ചിക്കൻ പാർട്സ് അതിനകത്തിട്ട് വേവിക്കുന്നതുകൊണ്ട് ഇത്രയും വഴണ്ടി വന്നാൽ മതി. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോണമല്ലോ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒപ്പം തന്നെ അതിനകത്തേക്ക് കറി മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നല്ല പച്ചമണം പോലെ അല്ലെങ്കിൽ മല്ലിയുടെ കുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ചിക്കൻ പാർട്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ഇത് അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ പാർട്സ് കറിക്ക് നല്ല ടൈം തന്നെ എടുക്കും. അപ്പോൾ നമുക്ക് അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചാറൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അപ്പോൾ നമ്മളിന്ന് ഇതിനകത്തേക്ക് എപ്പോഴും നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കപ്പി ഇട്ടിട്ടൊന്ന് വെക്കാം. അപ്പോൾ കപ്പി ഇരിപ്പുണ്ട്, അപ്പോൾ കപ്പി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കപ്പി ഇട്ടിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ വെന്തൊന്ന് കുറുകി വന്നപ്പോഴേക്കും ഇനി നമുക്ക് ഇതിനകത്തേക്ക് കപ്പി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡി ആവട്ടോ. നമുക്ക് ആവശ്യത്തിന് വേണ്ടി ഇത്തിരി കുറച്ച് വെള്ളമോട് ഒഴിച്ച് കൊടുത്തിട്ട് കപ്പ വേവാനുള്ള കുറച്ച് വെള്ളമോട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ നമ്മുടെ വിറകടപ്പിൽ വെച്ച അടിപൊളി ചിക്കൻ പാർട്സ് കറി, അതും കപ്പിയിട്ട് വെച്ച ചിക്കൻ പാർട്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.